വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ അച്ഛൻ ജയപ്രകാശ് ഹൈക്കോടതിയെ സമീപിച്ചു. സിബിഐ അന്വേഷണം വൈകുന്നതിനെതിരെയാണ് ഹർജി. കാലതാമസം കൂടാതെ അന്വേഷണം സിബിഐ ഏറ്റെടുക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. സിബിഐ അന്വേഷണം അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ബോധപൂർവം ശ്രമം നടന്നുവെന്നും ആക്ഷേപമുണ്ട്. വിവരങ്ങളുമായി രേഷ്മ ചേരുന്നുണ്ട്. രേഷ്മ, വിവരങ്ങൾ. മരണപ്പെട്ട സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശാണ് നിലവിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. സിബിഐ അന്വേഷണം വൈകുന്നതിനെതിരെയാണ് ഹർജി. കാലതാമസം കൂടാതെ അന്വേഷണം സിബിഐ ഏറ്റെടുക്കാനായിട്ട് കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അതോടൊപ്പം സിബിഐ എന്നിവരെ എതിർകക്ഷികളാക്കിക്കൊണ്ടാണ് ജയപ്രകാശ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഹർജി ഹൈക്കോടതി നാളെയായിരിക്കും പരിഗണിക്കുക. സിബിഐ അന്വേഷണം അട്ടിമറിക്കാനായിട്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ബോധപൂർവമായി ശ്രമം നടക്കുന്നുണ്ടെന്നുള്ള ആക്ഷേപവും ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. സിബിഐ അന്വേഷണം വൈകും തോറും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ നശിപ്പിക്കപ്പെടും. ഈ ഒരു സാഹചര്യത്തിൽ കോടതി ഇടപെടണമെന്നുള്ള ആവശ്യവും ഹർജിക്കാരൻ ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജിയിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ഈ നേരത്തെ അതായത് ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ഫെബ്രുവരി 18-നാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അടക്കം വലിയ രീതിയിൽ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ കണ്ടെത്തിയ ഒരു സാഹചര്യമുണ്ട്. മാത്രവുമല്ല, ഈ സർക്കാർ ഇത്തരത്തിൽ ഈ സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ടതിന് പിന്നിൽ ഒരു പൊതുസമൂഹത്തിനിടയിൽ ഒരു മതിപ്പുണ്ടാക്കുക, അതോടൊപ്പം തന്നെ മാധ്യമ ശ്രദ്ധ ഉണ്ടാകുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനുശേഷം കൃത്യമായിട്ടുള്ള നടപടികൾ ഒന്നും തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. താൻ അന്വേഷിച്ച വേളയിൽ പോലും 2-3 മാസം കഴിയും ഇത്തരത്തിൽ അന്വേഷണം നടത്താനോ അല്ലെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങളും അതിന്റെ അപേക്ഷ അടക്കം മുന്നോട്ട് പോകാനെന്നാണ് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥർ തന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇതിനൊക്കെ പിന്നിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു കേസ് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. മാത്രമല്ല, ഈ പാർട്ടിക്കാരായിട്ടുള്ള ഈ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ശ്രമവും ഈ സർക്കാർ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സിബിഐ അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള രേഖകളോ അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളോ കൃത്യമായിട്ട് സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കാതിരുന്നത് എന്നുള്ള ആക്ഷേപവും ഹർജിക്കാരനായിട്ടുള്ള ജയപ്രകാശ് ഹൈക്കോടതി മുൻപാകെ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും സിബിഐ അന്വേഷണം വൈകരുത്, ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടൽ വേണമെന്ന് ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഹർജി നൽകപ്പെട്ടിരിക്കുന്നത്. ഹൈക്കോടതി നാളെയായിരിക്കും ഈ ഹർജി പരിഗണിക്കുക. വ്യക്തമാണ്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ അച്ഛൻ ജയപ്രകാശ് ഹൈക്കോടതിയെ സമീപിച്ചു. സിബിഐ അന്വേഷണം വൈകുന്നതിനെതിരെയാണ് ഹർജി. കാലതാമസം കൂടാതെ അന്വേഷണം സിബിഐ ഏറ്റെടുക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി നൽകിയത്. വിശദവിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ.